രാവിലെ തന്നെ മഴക്കാറൊക്കെ നല്ല കിട്ടിലൻ ക്ലൈമറ്റും തകർത്ത് പെയ്യുന്ന മഴയും. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഒരു വെറൈറ്റി ഫുഡ് ഐറ്റം ഉണ്ടാക്കിയാലോ എന്നൊരു പ്ലാനറ്റ്. അതാണ് നമ്മുടെ അഷ്ടവർഗ കാന്താരി മുട്ട. 8 തരം രുചികളുടെ ഒരു മാന്ത്രിക കൂട്ട്. പേര് പോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കാന്താരി. നമ്മുടെ പറമ്പിലെ വിളഞ്ഞ വലിയ കാന്താരിയും അതേപോലെ കുരുമുളകും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ അഷ്ടവർഗ കാന്താരി മുട്ട. പുഴുങ്ങിയെടുത്ത താറാമുട്ടയിലോ കോഴിമുട്ടയിലോ കാടമുട്ടയിലോ നമ്മുടെ ഈ എരിവുള്ള സ്പെഷ്യൽ മസാല കൂടി നിറച്ച് ഒറ്റയടിക്ക് വായിലേക്കിട്ട് കഴിക്കുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ് ഈ അഷ്ടവർഗ കാന്താരി മുട്ട. കുരുമുളകിൻ്റെയും കാന്താരി മുളകിൻ്റെയും എരിവാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് കാന്താരിയൊക്കെ പറിച്ച് ദേ കുരുമുളക് പറിക്കാനായിട്ട് കുരുമുളക് പൊടിയുടെ അടുത്തെത്തി. ആവശ്യത്തിന് കുരുമുളക് കൂടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളകൊക്കെ വിളഞ്ഞു വരുന്നേ ഉള്ളൂ, എങ്കിലും തന്നെ നമ്മുടെ മസാലയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. മഴ പെയ്ത് കുതിർന്നു നിൽക്കുന്ന കറിവേപ്പ് ചെടിയിൽ നിന്നും ഒരു തണ്ട് കറിവേപ്പില കൂടി നമ്മൾ മസാലയിൽ ചേർക്കാനായി എടുത്തിട്ടുണ്ട്. നമ്മുടെ അഷ്ടവർഗ കാന്താരി മസാലയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മളിത് ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം. 2 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു താറാമുട്ടയും ഒരു കോഴിമുട്ടയും, ഒരു കതുപ്പ് കറിവേപ്പില, അതേപോലെ ഒരു 5 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറിച്ചെടുത്ത 2 തിരി കുരുമുളകും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യമേ പറിച്ചെടുത്ത കാന്താരി മുളക് 3 എണ്ണവും, കൂടെ ആവശ്യത്തിന് ഉപ്പും ചാറ്റ് മസാലയും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പുതിനയിലയും. ഇത് രണ്ടും നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതായി കോഴിമുട്ടയും താറാമുട്ടയും നേരെ പുഴുങ്ങാനായിട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ മസാലയൊക്കെ നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. കൊച്ചുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില, പുതിനയില ഇതെല്ലാം ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാന്താരി മുളകും നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മളെടുത്ത ആ 2 തിരി കുരുമുളകും കൂടി നമ്മളിതേ ഇട്ടിട്ടുണ്ട്. ഒപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പും അതേപോലെ ചാറ്റ് മസാലപ്പൊടിയും ആവശ്യത്തിന് നമ്മളിത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി പേസ്റ്റാക്കിയാണ് നമ്മുടെ സീക്രട്ട് മസാല നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കോഴിമുട്ടയും താറാമുട്ടയും നമ്മളിതേ പുഴുങ്ങി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അഷ്ടവർഗ കാന്താരിയുടെ ആ മസാലക്കൂട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു അരോമ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് പേസ്റ്റാക്കി എടുത്തപ്പോഴേക്കും നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ആ ഒരു മണം നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഈ മസാലക്കൂട്ടാണ് നമ്മൾ നമ്മുടെ മുട്ടയിലേക്ക് ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് താറാമുട്ട തന്നെ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ദേ മുട്ട എടുത്ത് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് താറാമുട്ട പൊളിച്ചെടുത്തിട്ടുണ്ട്. മുട്ട പുഴുകിയതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് മുട്ടയൊക്കെ പൊളിച്ചെടുക്കാം കേട്ടോ. പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് മുട്ട കിട്ടും. അടുത്തത് കോഴിമുട്ടയാണ്. കോഴിമുട്ട കൂടി നമുക്കൊന്ന് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം. കോഴിമുട്ടയും ദേ നമ്മളിതാ പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ 2 നമ്മുടെ മസാല ഫില്ലിങ് ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ താറാമുട്ട ട്രൈ ചെയ്താലോ. ഞാനിവിടെ താറാമുട്ട എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിനകത്തേക്കാണ് നമ്മൾ മസാല ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മുട്ട സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊളിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അഷ്ടവർഗ കാന്താരി മസാല ഞാനതിൽ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല എരിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കഴിച്ച് കഴിയുമ്പോൾ മാത്രമേ എരിയുടെ ഒരു ലെവൽ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളമാണ് ഞാൻ ചേർക്കുന്നത് കാന്താരി മസാല. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കുറച്ചുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കൈകൊണ്ട് മസാല അങ്ങോട്ട് സെറ്റാക്കി വെച്ച് കൊടുക്കുക. നമ്മൾ കഴിക്കുമ്പോൾ മൊത്തത്തിൽ ആ ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി നമുക്ക് മസാല അതിൻ്റെ ടോപ്പിലേക്കൊന്ന് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് മസാലയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാന്താരി മുട്ട മസാല റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ താറാമുട്ടയിൽ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി കോഴിമുട്ടയിലൊന്നും ചെയ്ത് നോക്കിയാലോ. കോഴിമുട്ടയും ഇതേപോലെ സോഫ്റ്റായിട്ട് അങ്ങോട്ട് പൊളിച്ചെടുത്ത് നമുക്ക് മസാല ഫില്ല് ചെയ്യാം. മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ ഒരുപാട് നേരം ഇട്ട് പുഴുങ്ങേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിലിട്ടാൽ തന്നെ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് നമ്മുടെ എഗ്സ് കിട്ടും. അങ്ങനെ നമ്മൾ കോഴിമുട്ടയിലേക്ക് മസാല അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് മസാല എടുത്ത് കോഴിമുട്ടയിലേക്ക് വെച്ച് ഇതേപോലെ അങ്ങോട്ട് അടച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം.
അങ്ങനെ ഇതാ കോഴിമുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാനിപ്പോൾ താറാമുട്ടയാണ് കഴിച്ച് നോക്കാൻ പോകുന്നത് കേട്ടോ. 2 മുട്ടേൻ്റെയും മസാലയൊക്കെ ഫില്ലായി നല്ല റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ആ എരിവ് കലർന്ന മസാലയുടെ ഒരു മണം നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിത് നമ്മുടെ അഷ്ടവർഗ കാന്താരി മുട്ട മസാല ഇതാ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ട അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അത് അമ്മ ടേസ്റ്റ് ചെയ്തോളും. നമ്മളിത് ആവശ്യത്തിന് കുറച്ചുകൂടി മസാലയൊക്കെ ദേ ഇതിലോട്ട് ചേർത്ത് നമ്മൾ ആ താറാമുട്ട മസാല അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ അഷ്ടവർഗ കാന്താരി മസാല സംഭവം എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതേപോലെ ഒറ്റയടിക്ക് വായിലേക്ക് ഇട്ട് വേണം നമ്മുടെ സ്പെഷ്യൽ മുട്ട കഴിക്കാൻ. അതാണ് അതിൻ്റെ ഒരു രീതി. ടേസ്റ്റിനെ പറ്റി ഇപ്പം എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാത്തരം ആ ഒരു രുചികളും കൂടി ചേർന്ന് കിട്ടുന്ന ഒരു ഫീല്, ആ ഒരു എരിവും എന്താ പറയുക, ചെറിയൊരു പുളിയും ഉപ്പും മസാലയുടെ കൂട്ടും എല്ലാം കൂടി ചേർന്നൊരു മാജിക് മൊമെന്റ്സ് ഫീല് തന്നെ നമുക്ക് പറയാം. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും മസാലയാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കോഴിമുട്ടയേക്കാൾ ഒന്നുകൂടെ നല്ലത് താറാമുട്ടയോടൊപ്പം ഈ മസാല ചേർത്ത് കഴിക്കുന്നതാണ്. ഈ അടുത്ത കാലത്താണ് അഷ്ടവർഗ കാന്താരി മുട്ട കേരളത്തിൽ ഇത്രയും പ്രചാരത്തിലായത്. അതിന് പ്രധാന കാരണം എറണാകുളം ജില്ലയിലുള്ള ഒരു വൈദ്യരാണ്. പുള്ളിക്കാരൻ്റെ സ്പെഷ്യൽ ഐറ്റമായിരുന്നു ഈ അഷ്ടവർഗ കാന്താരി മുട്ട. അവിടുന്ന് ഐറ്റം ഇപ്പോൾ ബ്രാൻഡഡ് ഫുഡ് മോളുകളിൽ വരെ എത്തിയിട്ടുണ്ട്. അതേ അഷ്ടവർഗ കാന്താരി മുട്ട നമ്മുടേതായ രുചിക്കൂട്ടുകൾ ചേർത്താണ് നമ്മൾ ഇനി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ ഡിഷാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ നമ്മുടെ അഷ്ടവർഗ കാന്താരി മുട്ട തയ്യാറാക്കി നോക്കുക. കാരണം ഇതേപോലൊരു രുചിക്കൂട്ട് നിങ്ങൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ അഷ്ടവർഗ കാന്താരി മുട്ടയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. കൂടാതെ ഇതേപോലുള്ള കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. രുചിമേളകളും രുചിക്കാഴ്ചകളും ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല. സ്റ്റേ ട്യൂൺ ഫോർ മോർ കിടിലൻ ഫുഡ് അപ്ഡേറ്റ്സ്. വീണ്ടും കാണാം. ബൈ.